ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ നിങ്ങളെ കാണിച്ചതിന് ശേഷം ഞാൻ രണ്ടു വാക്ക് പറയാം. വീഡിയോ കണ്ടു നോക്ക്. മലയോര ഹൈവേയിൽ താവുന്ന വളവിൽ ഇന്നുണ്ടായ അപകടമാണിത്. രാവിലെ 5 മണിക്ക് കർണാടകത്തിൽ നിന്ന് സിമൻറ്റ് കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ വളവിൽ നിരവധിയായ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നവംബർ മാസം 20-ാം തീയതി കുഴൽക്കിണർ ഒഴിക്കുന്ന റിഗ് മറിഞ്ഞ് ഒരാൾ മരിക്കുകയും 5ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഥലമാണിത്. അതേ സ്ഥലത്താണ് വീണ്ടും അപകടമുണ്ടായിട്ടുള്ളത്. ഇതുവഴി വരുന്ന ഭാരം കയറ്റിയ ലോറി ഡ്രൈവർമാർ ജാഗ്രത പാലിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ, കഴിഞ്ഞ ഇതിനിടയ്ക്ക് ഒരു മാസം കഷ്ടമായിട്ടുണ്ടാവുള്ളൂ. അറിയാലോ, ഞാൻ അന്നൊരു കുഴൽക്കിണർ വണ്ടിയായിരുന്നു മറിഞ്ഞത്. അതിനകത്തൊരു ജീവനക്കാരൻ മരിക്കുകയും ചെയ്തു. അന്ന് ഞാൻ പറഞ്ഞതാ വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. അന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, അപകടങ്ങൾ ഇനിയും ഉണ്ടാവും. അവിടെ അപകടങ്ങൾ ഇനിയും ഉണ്ടാവും. ഇതുകൊണ്ട് തീർന്നില്ല. ഈ അപകടങ്ങളുണ്ടോ തീർന്നില്ല, ഇനിയും വരാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ വെറുതെ പറയുന്നല്ല, അത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപകടങ്ങൾ ഇനിയും ഉണ്ടാവും അവിടെ. ഇതിൻ്റെ എല്ലാം കാരണം അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടുവിൽ പ്രദേശത്തെ കുറേ നേതാക്കന്മാരാണ്, രാഷ്ട്രീയ നേതാക്കന്മാർ. അങ്ങനെ തന്നെ പറയണം. അത് ഇന്ന രാഷ്ട്രീയം എന്ന് ഞാൻ പറയത്തില്ല, എല്ലാ രാഷ്ട്രീയത്തിലും ആൾക്കാരുണ്ടായിരുന്നു. പോത്തുകൊണ്ട് വഴി വെട്ടിയ റോഡ്, പോത്തുകൊണ്ട് വഴി മലയോര ഹൈവേ വേണമെന്ന ആവശ്യം പ്രകാരം അന്നത്തെ MLA KC ജോസഫ് MLA ആയിരുന്ന സമയത്ത് നമുക്ക് ഇതിലെ ഒരു മലയോര ഹൈവേ അനുവദിച്ചു തരികയും ആ റോഡിൻ്റെ പണി ഏകദേശം ആകാറായപ്പോഴത്തേനും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് ആ റോഡ് നഷ്ടപ്പെടുക. എന്നിട്ട് പുതിയ റോഡ് പണിതെടുക്കുകയാണ് ചെയ്തത്. ആ വഴി നമുക്ക് ഇത് മലയോര ഹൈവേ നഷ്ടപ്പെട്ടു, അതിലേക്ക് എടുത്തു. എന്തിനാണെന്നറിയോ? നടുവിലെ കുറേ നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയക്കാർ. അവരുടെ പറമ്പ് അവിടെയുണ്ട്. അവർക്ക് ആവശ്യമാണ്. ഇതിലെ റോഡ് വന്നാൽ അവർക്ക് വില കിട്ടുള്ളൂ. ഇതിലെ റോഡ് പോയി കഴിഞ്ഞാൽ അത് മൂടിപ്പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അന്ന് ഇവരെല്ലാം കൂടി കച്ച കെട്ടി ആ റോഡ് അതിലേക്ക് കൊണ്ടുപോയി. ആർക്കെങ്കിലും ഉപകാരമുണ്ടോ? അവർക്ക് ഉപകാരമുണ്ട്, ഈ നേതാക്കന്മാർക്ക് ഉപകാരമുണ്ട്. കാരണം അവരുടെ സ്ഥലത്തിനൊക്കെ വില കയറി. അതല്ലാതെ അതിൽ ഒരു ഉപകാരമില്ലാത്ത റോഡാണ്. അതുമാത്രമല്ല, അന്ന് ഞാൻ പറഞ്ഞ വാക്ക് ഇന്ന് ഞാൻ ആവർത്തിക്കുകയാണ്, ആളെ കൊല്ലി വളവാണത്. ഇനിയും ജനങ്ങളവിടെ ഇനിയും അപകടങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിലെ വന്ന റോഡ്, ഇതിൽ പോകുന്ന റോഡാണ്. അതാലോചിച്ച് നോക്കണം. അത് പണി ഏകദേശം ആയ റോഡിൻ്റെയാണ് മാറ്റിക്കൊണ്ട് പോകുന്നത്. നടുവിലെ നേതാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആണ് ആ റോഡ് അതിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ടോ ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. ഇപ്പോൾ ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ടേക്കോ റോഡേ, ആ റോഡിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. നടുവീന്ന് താവുന്ന വരെയുള്ള അവസ്ഥ നിങ്ങളൊന്ന് കാണണം. ഒന്ന് യാത്ര ചെയ്ത് നോക്കണേ. അല്ല, ഇതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം റോഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇതിപ്പം ഇവിടെ പോത്തുകൊണ്ട്, എൻ്റെ നാട് പോത്തുകൊണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM പാർട്ടി 2 പ്രാവശ്യം ഫ്ലെക്സ് വെച്ചു. റോഡിന് ഫണ്ട് അനുവദിച്ചു. റോഡിന് അനുവദിച്ച മുഖ്യമന്ത്രിക്കും ഒക്കെ പറഞ്ഞ് ഒരു ഫ്ലെക്സ് വെച്ചു. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും വെച്ചു 2 പ്രാവശ്യം ഫ്ലെക്സ് MLAക്ക് വെച്ചിട്ടുണ്ട്. എവിടെ? ഇതുവരെ ഈ നേരം വരെ റോഡിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. ഇവർ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ മണ്ടന്മാരെ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, മണ്ടന്മാരായ ജനങ്ങൾ ഇവരെ വിശ്വസിച്ച് ഇവരെ പുറകെ തുള്ളിച്ചാടി നടക്കട്ടെ. ഇന്ന് അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എൻ്റെ കുഴപ്പമല്ല, ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ കൺമുന്നിൽ ഒരു അപകടം ഉണ്ടായി. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 23-ാം തീയതി ഏകദേശം 11:30-11:45 ആ സമയത്ത് എൻ്റെ മുന്നിൽ അപകടം ഉണ്ടായത്. ഇതേ വളവിൽ, സെയിം സ്ഥലത്ത് ബൈക്കും കാറും കൂടെ കൂട്ടിയടിച്ച് കാറിൻ്റെ ഫ്രണ്ട് ബമ്പറും ടയറടക്കം പൊട്ടിപ്പോയി. ബൈക്കിൻ്റെ ഫ്രണ്ട് ഹാൻഡിലെല്ലാം അടിച്ച് തിരിഞ്ഞ് വല്ലാത്ത അവസ്ഥ. അയാൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യമായിരുന്നു. ഹെൽമെറ്റ് പോലും തലയില്ലാതെ ആവുന്നത്. ആ വളവ് വളവ് പുള്ളി കൺട്രോൾ കിട്ടിയില്ല, അങ്ങനെ പോയി കാറിൻ്റെ അടിക്കുമായിരുന്നു. എൻ്റെ കൺമുന്നിലായിരുന്നു ഈ സംഭവം നടന്നത്. ഞങ്ങളുടെ നാട്ടിൽ കൂടെ റോഡ് ഞങ്ങളുടെ റോഡ് നല്ല റോഡാക്കി ഞങ്ങൾക്ക് തരുന്നു അന്ന് വരെ ഞാൻ ഈ കാര്യം പറയും. ഈ റോഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഞങ്ങൾക്ക് കിട്ടേണ്ട റോഡല്ലേ. ഞാൻ ചോദിക്കും, ഞങ്ങൾക്ക് കിട്ടേണ്ട റോഡല്ലേ, എന്തുകൊണ്ടാണ് മാറ്റിയത്? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഇതിലെ റോഡ് കൊണ്ടുവന്നിട്ട് കോൺഗ്രസ് പാർട്ടി ഇതിലെ റോഡ് മാറ്റിയെങ്കിൽ എന്തുകൊണ്ട് CPM പാർട്ടി, അല്ലെങ്കിൽ ഇത് പ്രതിപക്ഷത്തിരിക്കുന്ന CPM പാർട്ടി അല്ലെങ്കിൽ BJP ആയാലും 2 പാർട്ടികളും എന്തുകൊണ്ട് ഇതിനെ പ്രതിഷേധിച്ചില്ല? നിങ്ങളും കണ്ണടച്ചില്ലേ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങളും കണ്ണടച്ചില്ലേ?
എന്തിനും ഏതിനും പ്രതിഷേധിക്കുന്ന ഇടതുപക്ഷമായിട്ടിരിക്കുന്ന പാർട്ടി എന്തുകൊണ്ട് ഇതിന് പ്രതിഷേധിച്ചില്ല? റോഡ് വെട്ടി റോഡ് മാറ്റുമ്പോൾ നിങ്ങളും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളും ഇതിൻ്റെ അകത്ത് സമ്മതം മൂളി എന്നുള്ളതിനെ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അകത്ത്. അപ്പം ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് റോഡ് ഞങ്ങളുടെ ഈ നടുവിന്ന് പോത്തുകൊണ്ട് വഴി താവൂന്ന് പോകുന്ന റോഡ് ഇത്രയേ ഉള്ളൂ. നടുക്കത്തെ പള്ളി മുതൽ താവൂന്ന് കള്ള് ഷാപ്പിൻ്റെ അവിടം വരെ ഉള്ളൂ ഈ റോഡ്. ഞങ്ങളുടെ ഈ നാട്ടിലെ കൂടെ ഈ ബൈപ്പാസ് ഇപ്പം നിങ്ങൾ ഹൈവേ ആക്കി തന്ന റോഡ് ബൈപ്പാസ് ആക്കി ഇപ്പം മാറ്റി ഈ ബൈപ്പാസ് ഈ റോഡ് ഇത്ര ദൂരമേ ഉള്ളൂ. 6 കിലോമീറ്റർ പോലും ഇല്ല. കരിഞ്ചാലിലേക്ക് 6 ഉള്ളൂ. താവൂന്നിലേക്ക് എനിക്ക് വന്ന് 3 മൊത്തം 4 കിലോമീറ്റർ കാണും. ഈ 4 കിലോമീറ്ററാണ് ഇങ്ങനെ കിടക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടുന്ന് നടുവിൽ പോകണമെങ്കിലും ഇവിടുന്ന് 1 കിലോമീറ്റർ പോകണം. ഇവിടുന്ന് കരിഞ്ചാല് പോകണമെങ്കിൽ താവുന്ന വരെ ഇവിടുന്ന് 3 കിലോമീറ്ററോളം ഉണ്ട്. ബാക്കിയുള്ളവർക്ക് നല്ല റോഡുണ്ടേ, ഞങ്ങൾക്കാണെങ്കിൽ റോഡില്ലാത്തത്. ഞങ്ങൾക്ക് എല്ലാ വർഷവും ചെയ്തു തരുന്നുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾക്ക് എല്ലാ വർഷവും ഇവിടെ പേച്ച് വർക്ക് ചെയ്ത് തരുന്നുണ്ട്. പൊട്ടി പോകുമ്പോൾ വന്ന ഇലക്ഷൻ സമയത്തൊക്കെ ഈ പ്രാവശ്യം എന്തോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റോഡ് പൊളിയുമ്പോൾ വന്ന് പേജ് വർക്ക് ചെയ്യും. ആ പേജ് വർക്ക് ചെയ്യാൻ നല്ല രസമാണ്. നല്ല കനത്തിലായിരിക്കുന്നത്. വണ്ടി പോകുമ്പോൾ ചാടി ചെന്ന് നടുവാൻ ഇല്ലാത്തവരും നടുവാനും പിടിക്കും ഈ റോഡ് കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ശരി, നിർത്തുക. ഇത് ഞാൻ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ആരോടും ദേഷ്യമോ വൈരാഗ്യമോ ഒട്ടും പറയുന്നതല്ല. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങളുടെ മുന്നിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് കിട്ടുന്ന റോഡ് ഞങ്ങൾക്കില്ല എന്നുള്ളതും, ഞങ്ങളുടെ റോഡ് മാറ്റിക്കൊണ്ട് പോയതും, ഞങ്ങൾക്കിപ്പോൾ ഉള്ള റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന റോഡാണെന്നും ഇതിൽ യാത്ര ചെയ്യുന്നത് വളരെ പ്രയാസമാണെന്നുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നത് ഞാൻ പറയുന്നു. അല്ല, ഈ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ ഈ നാട്ടിലെ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. പുറത്തൊരാൾക്ക് ഈ നാട്ടിലെ കാര്യങ്ങൾ അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിലെ റോഡ് മോശമാണ്, ഞങ്ങൾക്ക് നല്ല റോഡ് വേണം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ കണ്ടത് വെച്ച് ഞാൻ പറയുമ്പോൾ എൻ്റെ നാടിൻ്റെ ഒരു പ്രത്യേകത, ഭയങ്കര രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. എന്തിനും ഏതിനും ഞാൻ കണ്ടത് വെച്ച് പറയുന്ന. അതിനി അല്ല എന്ന് പറഞ്ഞാൽ പോലും ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ കാണുന്ന കാര്യങ്ങൾ, എൻ്റെ കണ്ണിൽ കൊണ്ട് കാണുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ നാട്ടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും രാഷ്ട്രീയമാണ്. ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ഇന്നയാളെ പേര് എന്ന് പറയുന്നതിന് കൂടുതൽ അവൻ ഇന്ന പാർട്ടിക്കാരൻ എന്ന് പറയാനാണ് എല്ലാവർക്കും ഇവിടെ ഒരു താല്പര്യം. ഞാൻ കാണുന്നത്, എൻ്റെ കൺമുന്നിൽ കാണുന്നത്. ഇനി ചിലപ്പം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചിലപ്പം അവൻ അങ്ങനെ പറഞ്ഞു സത്യമാണ്, ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം എൻ്റെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളാണ്. നിങ്ങളിനി അല്ലാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പം എന്തായാലും ഞാൻ നിർത്താണ്. ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പം എനിക്ക് പറയണം എന്ന് തോന്നിയുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഏതായാലും ഞങ്ങൾക്ക് നല്ല റോഡ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ MLA സജി ജോസഫാണ്. അദ്ദേഹം ഞങ്ങൾക്ക് റോഡ് തരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. റോഡ് പാസ്സായിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. 8 കോടി രൂപ പാസ്സായിട്ടുണ്ട്. ഇപ്പം ശ്രീകണ്ഠാനം ചെമ്മന്തൊട്ടി റോഡ് ചെയ്യുന്ന ആർക്കോ അതിൻ്റെ ടെൻഡർ കൊടുക്കാൻ പോകുമെന്നോ ഒക്കെ പറയുന്നത് കേട്ടോ. എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല. അപ്പം ഏതായാലും കൊടുത്തെങ്കിൽ നല്ല കാര്യം. റോഡ് പെട്ടെന്ന് ആവട്ടെ, ഞങ്ങൾക്ക് നല്ല റോഡ് കിട്ടട്ടെ, ഞങ്ങൾക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ യാത്ര ചെയ്യാൻ പറ്റട്ടെ. കാരണം നാട്ടിൽ നല്ല റോഡ് വന്നാലേ നാട്ടിൻ്റെ വികസനം ഉണ്ടാവുള്ളൂ. നല്ല റോഡ് വരുമ്പോഴത്തേനും ഇതിലെ വണ്ടികൾ വരാൻ തുടങ്ങും, ഒത്തിരി വണ്ടികൾ വരാൻ തുടങ്ങും, ഒത്തിരി ജനങ്ങൾ താമസത്തിന് വരും, ഒത്തിരി കടകൾ വരും. അങ്ങനെ ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ ഈ പോത്തുന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കുഞ്ഞ് നാട് വികസിക്കും. അപ്പം എനിക്കും ആഗ്രഹമുണ്ട് മറ്റൊരു സ്ഥലങ്ങളിലെ പോലെ ഞങ്ങളുടെ ഈ പോത്തുണ്ടെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു ഗ്രാമം നാളെ അറിയപ്പെടണമെന്നും ഇവിടെ വികസനം വരണമെന്നും ഇവിടെ ഒരുപാട് കടകളും സ്ഥാപനങ്ങളൊക്കെ വരണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ നല്ല റോഡ് വരണം. ഗതാഗത മാർഗ്ഗമാണല്ലോ എല്ലാത്തിനും പ്രധാനം. നല്ല ഗതാഗത മാർഗ്ഗമുള്ള സ്ഥലത്തൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതിൽ റോഡ് വരുമെന്ന് വിശ്വസിക്കുന്നു. വരട്ടെ, നാട് വികസിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നോട് പറയാം.